ഏഷ്യാനെറ്റിൽ വാർത്താധിഷ്ഠിതമായ ഒരു പരിപാടിയാണ് കണ്ണാടി എന്ന് പറയുന്ന പ്രോഗ്രാം. ടി.എൻ. തോമസ് അവതരിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും ആ പ്രോഗ്രാം കാണാറുണ്ട്. ഞങ്ങളൊക്കെ അദ്ദേഹത്തെ അംഗീകരിക്കാറുണ്ട്. നമുക്ക് കണ്ണാടി എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ എൻ്റെ ഈ മിമിക്രി പരിപാടിക്ക് തുടക്കം കുറിക്കാൻ നമുക്ക് ടി.എൻ. തോമസിനെ ഒന്ന് കാണാം. മാന്യ പ്രേക്ഷകർക്ക് കണ്ണുകടിയിലേക്ക് സ്വാഗതം. കണ്ണുകടി ആഴ്ച കടന്നു ചെല്ലുന്നത് ഒരു പ്രത്യേക വിഷയത്തിലേക്കാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു കായിക വിനോദമാണ് ഫുട്ബോൾ. 110 കോടി ജനങ്ങളുള്ള ഇന്ത്യയുടെ സ്ഥാനം ലോക ഫുട്ബോൾ റാങ്കിങ്ങിൽ 156. അതിന് താഴെ വേറൊരു സ്ഥാനമില്ല. എന്നാലും എന്നെങ്കിലും ഇന്ത്യയും വേൾഡ് കപ്പ് കളിക്കുന്നത് കാണുവാൻ നമുക്കൊരാഗ്രഹമുണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ ഒരു കാര്യം ഉറപ്പ്, ഒരു കൂട്ടമരണം. ഇപ്പോൾ കിട്ടിയത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ പ്രവചനങ്ങൾ നടത്തി ലോകശ്രദ്ധ ആകർഷിച്ച പോൾ നീരാളി അന്തരിച്ചു. ഇന്ത്യ ഇന്ന് വേൾഡ് കപ്പ് നേടുമെന്ന ചോദ്യത്തിന് ചിരിച്ചാണ് നീരാളി മരിച്ചത്. ഇതേപോലെ പ്രോഗ്രാമുകൾ നമ്മൾ കാണാറുണ്ട്. താരങ്ങളെ സദായിട്ട് കുറെ കാണിച്ചു. അതിനു മുമ്പ് ടിനിട്ടോ കാണിച്ചു. എല്ലാം ഒരേ താരങ്ങൾ തന്നെയാണ്. അവരെ നമ്മൾ അരി എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. അത് പുട്ടുണ്ടാക്കുന്നു, ദോശ ഉണ്ടാക്കുന്നു, ഇടിയപ്പം ഉണ്ടാക്കുന്നു, ഇഡലി ഉണ്ടാക്കുന്നു, ചിലവർ ഉപ്പുമാവരെ ഉണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനെ അത് മാറ്റം നോക്കിയതിനെ പറ്റിയുള്ളൂ. എന്തായാലും ഞാൻ താരങ്ങളുടെ ഒരു മോർഫിംഗ് ആണ് ഓർമ്മിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം മോർഫിംഗ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ച്. ഇന്ന് മൊബൈൽ ഫോണിൽ വരെ അത് സാധ്യമാണ്. വിദേശത്ത് എവിടെയോ ജീവിക്കുന്ന ഏതോ സുന്ദരിയായ പെൺകുട്ടിയുടെ മോഡലും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഏതോ ഒരു സാധാരണ പെൺകുട്ടിയുടെ മുഖവുമായിട്ട് ഒരുപാട് പേര് മോർഫിങ്ങിലൂടെ പലരുടെയും മൊബൈൽ ഫോണിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇത് അത്തരത്തിലൊരു മോർഫിംഗ് അല്ല, ശബ്ദത്തിൻ്റെ ഒരു മോർഫിംഗ്. മലയാള സിനിമയിലെ ചില താരങ്ങളുടെ ശബ്ദം ഒന്ന് മാറ്റിമറിച്ചെടുത്താൽ ചില രാഷ്ട്രീയക്കാരിലേക്ക് പോകുന്ന രസകരമായ ഒരു മോർഫിംഗ്. അതിനാദ്യം വിധേയനാകുന്നത് മലയാള സിനിമയിൽ കാലികവിൻ്റെ കൃത്യമായി എത്തി നമ്മളെ ഒരുപാട് വിസ്മയിപ്പിച്ച് ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് നൽകി നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയ ശ്രീ മുരളിച്ചേട്ടനാണ്. മുരളിച്ചേട്ടൻ്റെ ശബ്ദത്തിൽ കേരള രാഷ്ട്രീയത്തിലെ കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ശബ്ദം ഒളിഞ്ഞു കിടന്നത് നമുക്ക് ആദ്യം മുരളിച്ചേട്ടനെ കാണാം. മിസ്റ്റർ വിശ്വനാഥൻ, ജീവിതത്തിൽ ആദ്യമായി നിന്റെ പറയാവുന്ന കൈകളിലേക്ക് ഒരു ആയുധമെടുത്ത് പിടിപ്പിച്ചു തന്നപ്പോ ആ ഏതോ ആണെന്ന നേരെയും ചൂണ്ടിപ്പിടിക്കാനും പോലും വ്യത്യാസമില്ലാതെ കാഞ്ചി വലിക്കാനും നിന്നെ പഠിപ്പിച്ചത് ഈ ശേഖരന. നിനക്ക് വേണമെങ്കിൽ ഈ ശേഖരനെ കൊല്ലാം, ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പക്ഷേ 1000 തവണ മരണത്തിൽ നിന്നും നീന്തി കരകയറി മനസ്സും ശരീരവും നിന്റെ മുന്നിൽ തൊട്ട് കാണണമെങ്കിൽ അതിനൊരു 100 ജന്മം കൂടി ജനിക്കണം. നായായിട്ടും നരിയായിട്ടും പിന്നെ നരരായിട്ടും. താങ്ക് യു. മലയാള സിനിമയിൽ നമ്പൂതിരി കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന 1-2 നടന്മാരുണ്ട്. ശ്രദ്ധേയനായ ഒരു നടന്റെ ശബ്ദം ചെറുതായിട്ട് കാണിച്ചു. ജനറേറ്ററിൻ്റെ ശബ്ദമുള്ള നടന്നാണ് ഞങ്ങളെ കൈനാക്കി വിളിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് പഠിച്ച് ഒരു നിലയിലെത്തി ഒരു ജോലി കിട്ടി കല്യാണം കഴിച്ച് മക്കളൊക്കെ ആയി അവരെ പഠിപ്പിച്ച് ഒരു നിലയിലെത്തിച്ച് അവർക്കൊരു ജോലിയൊക്കെ മേടിച്ചു കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് അതിൽ പേരക്കുട്ടികളൊക്കെ കണ്ട് അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം. കല്യാണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എല്ലാവർക്കും ഉണ്ട്. അത് ഒളിച്ചോടിയായാലും അറേഞ്ച്ഡ് മാരേജിലൊക്കെ ഉണ്ടാവും. ആദ്യ രാത്രി ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ ഉള്ളൊരു സംഭവമായിരിക്കും. നമുക്ക് ഈ നവവധുവിനോട് ആദ്യ രാത്രിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും. തൊട്ടപ്പുറത്തെ മുറിയിലൊക്കെ ഒരുപാട് പേരുള്ളതുകൊണ്ട് വളരെ രഹസ്യമായിട്ടേ ചോദിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പുറത്തു കേൾക്കാം ഇത്രയൊക്കെ ഉണ്ടാവും. ഈ MS എന്ന് പറഞ്ഞാൽ ആ ശബ്ദം വെച്ചിട്ട് ആദ്യ രാത്രിയിൽ എങ്ങനെ സംസാരിച്ചിരിക്കും? പഞ്ചായത്തുള്ള ആൾക്കാർ മുന്നിൽ അതിനകത്ത് എപ്പോൾ മുടങ്ങി മനസ്സിലാക്കി. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തനായിട്ടൊരു നടനാണ് ശ്രീ ബാബു നമ്പൂതിരി കഥാപാത്രങ്ങളോട്. മൂപ്പർ എന്തെങ്കിലും പറയുന്നത് പുറത്ത് കയറണമെങ്കിൽ നമ്മൾ ലൗഡ് സ്പീക്കർ വേറെ കൊണ്ടുപോകണം.
എപ്പോൾ നോക്കിയാലും ഇല്ലത്തിൻ്റെ പട്ടിണിയും പരിവട്ടവും കാര്യത്തിലും മാത്രം പറയാനുള്ളൂ. ആ കുടുംബം ഒന്ന് കയറണമെന്ന് ഇപ്പം എൻ്റെ പ്രാർത്ഥന. ഈ ബാബുരാമയുടെ ശബ്ദത്തിൽ കേരള രാഷ്ട്രീയത്തിലായിരുന്നു, ഇപ്പോൾ കേന്ദ്ര രാഷ്ട്രീയത്തിൽ സ്വസ്ഥമായി ഭരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരുടെ ശബ്ദം പൊളിഞ്ഞു കിടപ്പുണ്ട്. ഏതാണ്ട് ഈ ബാബുച്ചേരുടെ ശബ്ദം പോലെ തന്നെ നമുക്ക് ബാബുരാമയുടെ ശബ്ദം കേൾക്കാം. ജനക മഹാരാജാവിന്റെ വെള്ളൊടിക്കണമെന്ന് കേട്ടപ്പോഴേ കാരണം തടിച്ചതുപോലെ എനിക്ക് തോന്നി. ഇല്ലത്തിന്റെ കാര്യം ആകെ കഷ്ടത്തിൽ. പട്ടിണി എന്ന് പറഞ്ഞാൽ ഒരു പട്ടിണി. 3 നേരവും കനിയാൻ പറയുന്നത് ഇപ്പോഴും 3 നേരം കനി. ഇതിനെ കുറിച്ച് പയർ കിട്ടിയ സമാധാനം ജീവിതത്തിൽ ഒന്നിനോട് പ്രതിരോധിച്ച് കഴിവുള്ള ആളെ ഇപ്പം ഞങ്ങൾ ഈ പ്രതിരോധ വകുപ്പ് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാം. നല്ലൊരു യുദ്ധം ഉണ്ടായി അപ്പം രാജിവെച്ച് ഞാൻ പലരും ചോദിക്കുന്നൊരു ചോദ്യങ്ങളുണ്ട്. അതായത് ഈ മോഹൻലാൽ ലെഫ്റ്റനന്റ് ജനറൽ പ്രതിരോധം എന്നുള്ള കാര്യമൊക്കെ സത്യം പറഞ്ഞ് ഞാൻ കുറച്ച് പണി കൊടുക്കുന്നത്. തിരുവനന്തപുരത്ത് ഞാനൊരു വേദിയിൽ പ്രസംഗിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കിട്ടുമ്പോൾ ചാടി എഴുതിച്ചു. ഈ മോഹൻലാൽ മാത്രം കാര്യം വെച്ചാൽ അപ്പോഴേ വിചാരിച്ചാൽ പണി കൊടുക്കുന്നു. നേരെ ഡൽഹിയിൽ ചെന്ന് ലെഫ്റ്റനന്റ് ജനറൽ പദവി കൊടുത്തു. ഇപ്പം എൻ്റെ നെല്ലില്ല ഒന്ന് ചാടി ശ്രമിച്ചു. മലയാള സിനിമയിൽ നമുക്ക് 2 അശോകന്മാരുണ്ട്. ഒന്ന് ഹരിശ്രീ കുറിച്ച് ഹരിശ്രീ അശോകനുണ്ട്, പിന്നെ നമ്മുടെ പ്രിയങ്കരനായ അശോകനുണ്ട്, ഉണ്ടക്കണ്ണൂർ അശോകൻ. അശോക ശബ്ദത്തിൽ മുളഞ്ഞു കിടപ്പുണ്ട് കേരള രാഷ്ട്രീയത്തിലെ കരുത്തനായ മറ്റൊരു രാഷ്ട്രീയ നേതാവ് അശോകൻ. നമുക്ക് അശോകത ഇവരുടെ മക്കളെന്ന് പറയുന്നു. രാമോടുള്ള നമ്മളോട് മനസ്സാണ്. രാമനെ ഗുരുവായൂരപ്പുറത്തിലോ സമപ്രശ്നോ ഒരു പുസ്തകം എന്റെ വാക്യം പറഞ്ഞു. ഗവൺമെന്റ് നിലപാട് എന്ന് പറയുന്നത് നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്. കുളിച്ചിട്ട് കുറച്ച് ദിവസം അതിൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. പലരും എന്നോട് ചോദിച്ചത് ഇത്തിരി എണ്ണ വെച്ച് കുളിച്ചൂടെ. ഇപ്പം തന്നെ പാമ്പോയിൻ്റെ മുന്നിൽ കുളിച്ച് നിൽക്കുകയാണ്. ഈ ഒരു ചെറിയ ഏറ്റവും അവതരിപ്പിച്ചിട്ട് ഞാനും ഒരുപാട് പേര് കേട്ട് പറയുകയാണ്. പുറത്ത് അതിപ്പോൾ ഒരു ബോംബ് അവിടെ ഇട്ടാൽ കേരളത്തിലെ ഒട്ടുമിക്ക വിമതിക്കാരൻ തീർന്നു കിട്ടും. അത്രയ്ക്കാണെന്ന് സിനിമ നമുക്കൊക്കെ ഇഷ്ടമാണ്. മലയാള സിനിമയിലും തമിഴ് സിനിമയിലും ഹിന്ദി സിനിമയിലും തെലുങ്ക് സിനിമയിലും കന്നഡ സിനിമയിലും പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. നമുക്കറിയാം, ഹോളിവുഡിൽ ചിത്രീകരിക്കുന്ന ഒരുപാട് ഇംഗ്ലീഷ് സിനിമ നമ്മുടെ നാട്ടിൽ മൊഴിമാറ്റം ചെയ്തു വരാറുണ്ട്. മിക്കപ്പോഴും തമിഴ് ചാനൽ കാണുമ്പോഴാണ് രസം എന്ന് പറയുന്നത്. തമിഴ് ഭാഷ വളരെ നല്ല ഭാഷയാണ്, റെസ്പെക്റ്റുള്ള ഭാഷയാണ്. ഇംഗ്ലീഷുകാരെ തമിഴ് പറഞ്ഞാൽ രസം തോന്നിയത്. അതാണ് എൻ്റെ ഒരു സ്റ്റൈൽ. ഈ തമിഴ് സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കിന് പല ഇംഗ്ലീഷ് പടങ്ങളുടെയും മലയാള പടങ്ങളുടെ പേരിൽ ചില വ്യത്യാസമുണ്ട്, ചെറിയൊരു വ്യത്യാസം കഴിയുന്നു. മമ്മി റിട്ടേൺസ് എന്ന് പറഞ്ഞ പടം തമിഴിൽ വന്നപ്പോൾ ചെറിയൊരു മാറ്റം. അമ്മച്ചി തിരുമ്പി വന്നാച്ചി. സൂപ്പർമാൻ എന്ന് പറഞ്ഞ പടത്തിലുണ്ടായിരുന്നു ചെറിയൊരു വ്യത്യാസം. ജെട്ടി പോട്ട മനിതേ. സ്പൈഡർമാൻ എന്ന് പറഞ്ഞ പടത്തിന് ഇതേപോലെ ഒരു മാറ്റം. സിലന്തി മാപ്പിളை. ഹോളോമാൻ തമിഴിൽ വന്നപ്പോൾ തൊള മനിതേ. ജെയിംസ് ബോണ്ട് 007 അത് വന്നപ്പോൾ ജെയിംസ് ബോണ്ട് എന്തിന് നമ്മൾ മമ്മൂക്ക അഭിനയിച്ച ഡാഡി കൂൾ എന്ന് പറയുന്ന സിനിമ തമിഴ് വന്നപ്പോൾ മലയാള നടികർ മെഗാസ്റ്റാർ മമ്മൂട്ടി വഴങ്ങും സൂപ്പർ ഹിറ്റ് തിരൈപ്പടം ഡാഡി കൂൾ തണുത്ത തന്തേ. അങ്ങനെ ചില വ്യത്യാസമുണ്ട്. സ്റ്റീവൻ സ്പിൽബർഗിന്റെ ജുറാസിക് പാർക്ക് എന്ന് പറയുന്ന സിനിമ നമ്മൾ തമിഴിലേക്ക് ഒന്ന് വഴിമാറ്റം ചെയ്യുക. ഇത് ഞാൻ ചാനലിലൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. മിമിക്രി എന്ന് പറയുന്ന കലയ്ക്ക് സൗണ്ട് സർവീസിന് ഒരുപാട് സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ്. നമുക്ക് ജുറാസിക് പാർക്ക് തമിഴിലേക്ക് ഒന്ന് കാണാം. സൗണ്ട്